ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു കറിയുമായാണ് വന്നത്. ആപ്പിളും പച്ചമാങ്ങയും കൂടിയുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണിത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ആപ്പിളും പച്ചമാങ്ങയും ഉപയോഗിച്ചുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് അധികം മധുരമില്ലാത്ത ആപ്പിളാണ്. അതിന് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1 നുള്ളു ജീരകവും 2 ചെറിയുള്ളി മുറിച്ചിട്ടതാണത്. പിന്നെ 1 കപ്പ് തൈര്, പിന്നെ എപ്പോഴും പറയുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും. കളഞ്ഞ് വൃത്തിയാക്കി ആപ്പിളും മാങ്ങയും നമുക്ക് കട്ട് ചെയ്തിടാം. ഇനി മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടി മുറിച്ചിടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇവ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഗ്യാസ് ഓണാക്കിയ ശേഷം ഇത് ഗ്യാസിലേക്ക് വെക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആപ്പിളും മാങ്ങയും വേകുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനടുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ആപ്പിളും മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് ആ തേങ്ങയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ മുന്നേ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കളയാം. ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ച തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കറി നമുക്ക് മാറ്റി വെക്കാം. വറവ് റെഡിയാക്കാം കറിക്കില്ല. ചൂടായ പാനിലേക്ക് വറവിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. അല്പം ഉലുവയും ചേർത്ത് കൊടുക്കുക. വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക. രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് റെഡിയാക്കി കറിയിലേക്ക് വെക്കാം. ടേസ്റ്റിയായ കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ.